അല്ല, അത് തന്നെയാണ് പ്രശ്നം. അതുമല്ല, അദ്ദേഹം ഈ 3 മാസം എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? 3 മാസം കൊണ്ട് ഒരാൾക്ക് ലോകോത്തര ഫിലിം മേക്കർ ആകാൻ പറ്റും? അതും അദ്ദേഹം പറഞ്ഞത് ഇത് എന്താണ് SC ST മനുഷ്യർക്ക് മാത്രമാണ് ഇന്റൻസീവ് ട്രെയിനിങ്, എല്ലാവർക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം അവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും അതിന്റെ ഒരു യുക്തി മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ ഒട്ടുമേ യുക്തി മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് MTയുടെ വരികളിൽ നമ്മൾ കാണുന്നത് പോലെ ഫ്യൂഡൽ തകർച്ചയിൽ ആകുലപ്പെടുന്ന ഒരു അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ഒരാളായിട്ടേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ ജനതയാണ് ഇവിടെ ഇഗ്നറന്റ് എന്ന് വിളിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇദ്ദേഹത്തിന് വീണ്ടും വിചാരമോ വരുന്നില്ല, അതിനെക്കുറിച്ചൊരു ബോധം പോലും വരുന്നില്ല. അതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള വിമുഖത, ഒരേ രീതിക്ക് തന്നെ സിനിമകൾ വീണ്ടും വീണ്ടും എടുക്കണം എന്നുള്ളൊരു ദുശാഠ്യം. ഞാൻ കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആരുമില്ല. ഇദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും മീഡിയ പേഴ്സൺസ് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പുഷ്പവതി ചേച്ചിയുടെ ക്രെഡൻഷ്യൽസ് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഇല്ല, അങ്ങനെ പിന്നണി ഗാനം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമയിൽ മാത്രമേ ഉള്ളൂ, പിന്നണി അതവരുടെ മേഖലയല്ലല്ലോ എന്ന് പറയുന്നു. ചലച്ചിത്ര നാടക അക്കാദമിയുടെ കാര്യം പറയുമ്പോൾ അത് സിനിമയായിട്ട് എന്താണ് ബന്ധമെന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞാൽ പ്രളയം, ഐ ആം ദി സ്റ്റേറ്റ് എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളോട് എൻഗേജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാളെ ആ കോൺക്ലേവിൽ ഒരു വലിയ മിസ്ഫിറ്റ് ആയിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ കോൺക്ലേവ് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സിനിമയിലുള്ള ന്യൂനതകൾ, അതിനകത്തുള്ള ഇൻവിസിബിളൈസ്ഡ് ആയിട്ടുള്ള അദൃശ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളത്, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവരിക എന്നുള്ള സിനിമയിലുള്ള പുഴുക്കുത്തുകളെ മാറ്റുക എന്നുള്ള കോൺക്ലേവിൻ്റെ തന്നെ വലിയ ഉദ്ദേശം. ഇത് എന്താ നമ്മൾ പറഞ്ഞു, അവസാനം കൊണ്ട് കുടമടച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കുറെ കൂടെ ഗൗരവത്തോടെ തന്നെ ആരൊക്കെയൊക്കെയാണ് ഈ കോൺക്ലേവിൽ കൊണ്ടുവരേണ്ടത്. ഈ കോൺക്ലേവിൽ മിസ്ഫിറ്റ് ആയത് പുഷ്പവതി ചേച്ചിയല്ല, മിസ്ഫിറ്റ് ആയത് അദ്ദേഹമാണെന്ന് ഇനിയെങ്കിലും അദ്ദേഹം റിയലൈസ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ സിനിമകളെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അത് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.